ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുറക്കുകയും 12 മണിക്കൂറിനുള്ളിൽ 10 ദശലക്ഷം വരിക്കാരെ നേടുന്ന അതിവേഗ ചാനലായി ലോക റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. 7 ദിവസത്തിനുള്ളിൽ 10 ദശലക്ഷം വരിക്കാരിലെത്തിയ ഹാംസ്റ്റർ കോംബാറ്റിന്റെ പേരിലാണ് മുമ്പത്തെ റെക്കോർഡ്. എന്താണല്ലേ? ഈ വീഡിയോ നിർമ്മിച്ച സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചാനൽ ഇതിനകം 51 മില്യൺ വരിക്കാരിൽ എത്തിയിരുന്നു. യൂട്യൂബ് ചാനലുള്ള ഒരേ ഒരു കളിക്കാരൻ റൊണാൾഡോ മാത്രമല്ല. ബെൻ ഫോസ്റ്റർ, സെർജിയോ അഗ്വേറോ, വിനീഷ്യസ് ജൂനിയർ എന്നിവർക്ക് കുറച്ചു കാലമായി സ്വന്തമായി ചാനലുകളുണ്ട്. എന്നാൽ ഫുട്ബോളിലെ ഏറ്റവും വലിയ പേര് പ്ലാറ്റ്ഫോമിൽ ചേരുമ്പോൾ അത് കാര്യങ്ങൾ ഇളക്കി മറിക്കാൻ നിർബന്ധിതമാണ്. ഒരു പക്ഷേ നല്ല രീതിയിൽ ആയിരിക്കില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനൽ ഫുട്ബോളിന് മോശമാകാനുള്ള 5 കാരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം, ഇത് ഗോട്ടിന്റെ അവസാനത്തിന്റെ തുടക്കത്തെ സൂചിപ്പിക്കാം. റൊണാൾഡോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഫുട്ബോളിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നാണ് അർത്ഥമാക്കുന്നത്. വിരമിക്കലിന് സാധ്യതയുള്ളതിനാൽ റൊണാൾഡോ സ്പോർട്സിൽ നിന്ന് പിന്മാറുന്നതിന്റെ യാഥാർത്ഥ്യം ആരാധകർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അദ്ദേഹം ഇപ്പോഴും മികച്ച ശാരീരിക അവസ്ഥയിലാണെങ്കിലും ഏകദേശം 40 വയസ്സുള്ളപ്പോൾ ഫുട്ബോളിന് പുറത്ത് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായേക്കാം. കൂടാതെ റൊണാൾഡോയുടെ ചാനൽ കളിക്കാർ കളിക്കുന്ന ക്ലബ്ബുകളേക്കാൾ വലുതായി മാറുന്നതായി തോന്നിപ്പിക്കും. ഒരു കളിക്കാരനും ക്ലബിനേക്കാൾ വലുതല്ലെന്ന് ആരാധകർ പലപ്പോഴും വാദിക്കുമ്പോൾ റൊണാൾഡോയുടെ പെട്ടെന്നുള്ള വരിക്കാരുടെ ശേഖരണം മറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് യുവന്റസിന് 8 ദശലക്ഷം വരിക്കാരുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 9 ദശലക്ഷം, റയൽ മാഡ്രിഡിന് 15 ദശലക്ഷം. എന്നിട്ടും റൊണാൾഡോ ഒരു ദിവസം കൊണ്ട് 20 ദശലക്ഷം വരിക്കാരെ നേടി. സോഷ്യൽ മീഡിയയിലെങ്കിലും റൊണാൾഡോ താൻ കളിച്ച ഏതൊരു ക്ലബിനേക്കാൾ ജനപ്രിയനാണെന്ന് ഇത് കാണിക്കുകയാണ്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ അത് ഫുട്ബോളിൽ പ്രശ്നകരമായ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചേക്കാം. അവിടെ ക്ലബ്ബുകൾ വ്യക്തിഗത കളിക്കാരുടെ താരശക്തിയാൽ മറഞ്ഞേക്കാം. റൊണാൾഡോയുടെ യൂട്യൂബ് വിജയം സ്വന്തം ചാനലുകൾ തുടങ്ങാൻ യുവതാരങ്ങളെ പ്രചോദിപ്പിച്ചേക്കാം എന്നതാണ് മറ്റൊരു പ്രശ്നം. റൊണാൾഡോ പല യുവതലമുറയ്ക്കും ഒരു മാതൃകയാണ്. അവർ പലപ്പോഴും അദ്ദേഹത്തിന്റെ കളി രീതി മുതൽ ഭക്ഷണക്രമം വരെ അനുകരിക്കുന്നു. ഈ കളിക്കാർ യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ലീഡ് പിന്തുടരുകയാണെങ്കിൽ അത് പിച്ചിലെ അവരുടെ പ്രകടനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കും. അവരുടെ ഫുട്ബോൾ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിലും ഒരു സെലിബ്രിറ്റി ജീവിത ശൈലി കെട്ടിപ്പടുക്കുന്നതിലും അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടാകാൻ സാധ്യതകളേറെയാണ്. ശ്രദ്ധാകേന്ദ്രമായി മാറ്റം ഫുട്ബോളിന്റെ നിലവാര തകർച്ചയിലേക്ക് നയിച്ചേക്കാം. ഇത് ആശങ്കാജനകമായ ചിന്തയാണ്. ഒന്ന് ഓർത്തു നോക്കൂ. റൊണാൾഡോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഫുട്ബോൾ ആവേശകരമായി കാണുന്ന എത്രയോ തുടക്കക്കാർ ഇതിനകം ചാനലുകൾ ആരംഭിച്ചിരിക്കണം. റൊണാൾഡോയുടെ യൂട്യൂബ് ചാനലിന് യഥാർത്ഥ ഫുട്ബോൾ ഗെയിമുകൾ കാണുന്നതിൽ നിന്ന് ആരാധകരുടെ ശ്രദ്ധ മാറ്റാനുള്ള സാധ്യത അതിലും വലിയ ആശങ്കയാണ്. റൊണാൾഡോയുടെ ചാനലിൽ ഇതിനകം തന്നെ ചില ആകർഷകമായ ഉള്ളടക്കങ്ങൾ ഉണ്ട്. കൂടുതൽ രസകരമായ വീഡിയോകൾ ഇനിയും വരാൻ സാധ്യതയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഇപ്സ്വിച്ച് പോലെയുള്ള ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ അതേ സമയം ഒരു പ്രധാന വീഡിയോ ഡ്രോപ്പ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണെങ്കിൽ പകരം ചില ആരാധകർ റൊണാൾഡോയുടെ വീഡിയോ കാണാൻ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ട്. പിയേഴ്സ് മോർഗനുമായുള്ള അദ്ദേഹത്തിന്റെ അഭിമുഖം ഒരിക്കൽ ഫുട്ബോൾ ലോകത്തെ ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ ചാനലിലെ ചില ഉള്ളടക്കങ്ങൾക്ക് സമാനമായ പ്രഭാവം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. തത്സമയ മത്സരങ്ങളിൽ നിന്ന് കാഴ്ചക്കാരെ അകറ്റാൻ സാധ്യതയുണ്ട്. ഒരു പ്രസ് മീറ്റിൽ നടന്ന കൊക്കക്കോള സംഭവം നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ അത് മനസ്സിലാവും. അവസാനമായി, ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്ന റൊണാൾഡോ വിരമിച്ചതിന് ശേഷം ഫുട്ബോളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാൻ പദ്ധതി ഇടുന്നതായി നിർദ്ദേശിച്ചേക്കാം. ഇതിനർത്ഥം ഫുട്ബോളിന് അതിന്റെ ഏറ്റവും വലിയ മനസ്സ് വിനോദ വ്യവസായത്തിന് നഷ്ടമാകുമെന്നാണ്. വിരമിച്ചു കഴിഞ്ഞാൽ റൊണാൾഡോ തന്റെ യൂട്യൂബ് ചാനൽ വിവിധ ബിസിനസ്സുകൾ, വ്യക്തിഗത ബ്രാൻഡ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചേക്കാം. യൂറോ 2016 ഫൈനലിലെ ടെസ്റ്റ് ലൈനിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആരാധകർ ആവേശഭരിതരായി. അത്തരത്തിലുള്ള കൂടുതൽ നിമിഷങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അദ്ദേഹം മറ്റെവിടെയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഫുട്ബോളിന് അതിന്റെ ഏറ്റവും മികച്ച ഐക്കണുകളിൽ ഒന്ന് പൂർണ്ണമായും നഷ്ടപ്പെടാം. അത് തീർച്ചയായും കായിക രംഗത്തിന് നല്ലതല്ല. അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് വിരമിച്ചാലും ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യത ഈ യൂട്യൂബ് ചാനൽ ചിലപ്പോൾ ഇല്ലാതാക്കിയേക്കാം. അത് തീർച്ചയായും ഫുട്ബോളിനെ ബാധിക്കില്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്?
ഞാൻ അമിതമായി പ്രതികരിക്കുകയാണോ അതോ ഈ ആശങ്കകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.